ഗർഭോ ഞായർ, പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണം. സുറിയാനി പാരമ്പര്യമുള്ള സഭകളിൽ വലിയ നോമ്പിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഗർഭോ ഞായർ അഥവാ കുഷ്ഠരോഗിയുടെ ഞായർ എന്ന് അറിയപ്പെടുന്നത്. സുറിയാനി ഭാഷയിൽ ഗർഭോ എന്നാൽ കുഷ്ഠരോഗി എന്നാണ് അർത്ഥം. ക്രിസ്തു ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ ബൈബിൾ സംഭവത്തെ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ആസ്പദമാക്കിയാണ് ഈ ഞായറാഴ്ച ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ദിവസത്തിൻ്റെ പ്രധാന സന്ദേശം കുഷ്ഠം എന്ന പാപത്തിൻ്റെ പ്രതീകം. പഴയകാലത്ത് കുഷ്ഠരോഗം എന്നത് ശാരീരികമായ ഒരു അസുഖം എന്നതിലുപരി സമൂഹത്തിൽ നിന്നും ദേവാലയത്തിൽ നിന്നും ഒരു വ്യക്തിയെ മാറ്റി നിർത്തുന്ന അശുദ്ധിയായിട്ടാണ് കാണപ്പെട്ടിരുന്നത്. നോമ്പുകാലത്ത് സഭ കുഷ്ഠരോഗത്തെ പാപത്തിൻ്റെ പ്രതീകമായി കാണുന്നു. പാപം നമ്മുടെ ആത്മാവിനെ അശുദ്ധമാക്കുകയും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുകയും ചെയ്യുന്നു എന്ന സത്യമാണ് ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നത്. ഈ ദിവസത്തെ സുവിശേഷ വായനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരി കുഷ്ഠരോഗി യേശുവിനോട് പറയുന്നതാണ്. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. രോഗിയുടെ അചഞ്ചലമായ വിശ്വാസവും പൂർണ്ണമായ ശരണാഗതിയുമാണ് ഇവിടെ കാണുന്നത്. നോമ്പുകാലത്ത് നമ്മളും ഇതേ വിനയത്തോടെ ദൈവം മുമ്പാകെ നിൽക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നു. നിയമപ്രകാരം കുഷ്ഠരോഗിയെ തൊടാൻ പാടില്ലായിരുന്നു. എന്നാൽ യേശു അവനെ തൊട്ട് സുഖപ്പെടുത്തി. നിയമത്തിന് മുകളിലാണ് ദൈവത്തിൻ്റെ കരുണയെന്ന് ഇത് കാണിക്കുന്നു. നമ്മുടെ പാപമാകുന്ന അശുദ്ധി എത്ര വലുതാണെങ്കിലും അനുതാപത്തോടെ അടുത്തു ചെന്നാൽ നമ്മെ സ്പർശിക്കാനും വിശുദ്ധീകരിക്കാനും ദൈവം തയ്യാറാണ് എന്ന പ്രത്യാശയാണ് ഗർഭോ ഞായർ നൽകുന്നത്. വലിയ നോമ്പ് എന്നത് കേവലം ഭക്ഷണ വചനമല്ല, മറിച്ച് ആത്മീയമായ ഒരു ചികിത്സാ കാലമാണ്. ആദ്യ ഞായറാഴ്ചയായ പേതൃത്ത കഴിഞ്ഞാൽ 2-ാം ഞായറാഴ്ചയായ ഗർഭോയിലൂടെ നമ്മൾ നമ്മുടെ ആത്മീയ രോഗങ്ങളെ തിരിച്ചറിയാനും അവയിൽ നിന്ന് സൗഖ്യം നേടാനും ആഹ്വാനം ചെയ്യപ്പെടുന്നു. നാം ഗർഭോ ഞായർ ആചരിക്കുമ്പോൾ ആ കുഷ്ഠരോഗിയെപ്പോലെ എന്നെ ശുദ്ധനാക്കണമേ എന്ന പ്രാർത്ഥനയോടെ നോമ്പ് യാത്ര തുടരാൻ നമുക്ക് സാധിക്കണം. ആമീൻ.